ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനം എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വചനം പഠിക്കാനും വചനം ധ്യാനിക്കാനും വചനമായി തീരാനും കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലിരുന്ന് പരിശുദ്ധമായി വചനം ധ്യാനിച്ച് അമ്മയിൽ വചനം എപ്രകാരമാണോ മാംസം ധരിച്ചത് അപ്രകാരം നാം ഓരോരുത്തരിലും വചനം മാംസം ധരിക്കുന്നതിന് വേണ്ടി തീഷ്ണതയോടുകൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ ബന്ധത്തിലുള്ള സവിശേഷതകൾ നമ്മൾ ധ്യാനിക്കുന്നതിൻ്റെ ലക്ഷ്യം ഈശോയുമായി അത്തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ഈശോയുമായി ഒരു ബന്ധം സ്ഥാപിക്കുക, ആ ബന്ധത്തിന് ഒരു സവിശേഷമായ ഗുണമേന്മയുണ്ടാകണം, ഒരു ക്വാളിറ്റി ഉണ്ടാകണം. എന്താണത്? ഈശോയ്ക്ക് എപ്രകാരമായിരുന്നുവോ പിതാവുമായി ബന്ധമുണ്ടായിരുന്നത്, അതേ ലെവലിലുള്ള അതേ റേഞ്ചിലുള്ള ഒരു സ്നേഹമായിരിക്കണം, ഒരു ബന്ധമായിരിക്കണം നമുക്ക് ഈശോയുമായി ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി, യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യരായി നമ്മൾ മാറുകയുള്ളൂ. ഈശോ പിതാവുമായി ബന്ധത്തിലായിരുന്നതുപോലെ ബന്ധത്തിലായിരിക്കുക എന്നതാണ് ഒരു ഓഥൻറ്റിക് ഡിസൈപ്പിൾഷിപ്പിൻ്റെ മാർഗം എന്ന് പറയുന്നത്. നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, ഈശോ പിതാവിനെ അനുകരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. ഈശോ പിതാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു. ഈശോ പിതാവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചു. ഈശോ പിതാവിൽ പൂർണ്ണമായി ആശ്രയത്വം വെച്ചു, കോൺഫിഡൻസ് ഉണ്ടായി. അതുപോലെ ഈശോയുടെ ബന്ധം ഇങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ടു. പിതാവ് തൻ്റെ എല്ലാ പ്രവൃത്തികളും പുത്രനെ കാണിച്ചു കൊടുത്തു. ഇന്ന് ഈ എപ്പിസോഡിൻ്റെ, ഈ പഠന പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയും പിതാവും ഒരേ കാര്യത്തിൽ വ്യാപൃതരായിരുന്നു എന്നതാണ്. ജീസസ് ആൻഡ് ഹിസ് ഫാദർ വർക്ക് ടുഗെദർ ഇൻ ദ സെയിം ബിസിനസ്. പിതാവിനുള്ള ബിസിനസ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ പിതാവിൻ്റെ കൺസേൺസ് തന്നെയായിരുന്നു പുത്രൻ്റെ കൺസേൺസ്. പിതാവ് ഏത് കാര്യത്തിലാണോ തൻ്റെ ശ്രദ്ധ കൊടുത്തത്, അതേ കാര്യത്തിൽ തന്നെയാണ് പുത്രനും തൻ്റെ ശ്രദ്ധ കൊടുത്തത്. രണ്ടു പേർക്കും ഭിന്ന അഭിപ്രായങ്ങളല്ല, രണ്ടു പേർക്കും ഭിന്ന രീതികളല്ല, രണ്ടു പേർക്കും വ്യത്യസ്തങ്ങളായ ജോലികളുമല്ല. രണ്ടുപേരും ഒരേ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന സുന്ദരമായ കാഴ്ച. നമുക്കറിയാം, എത്രയോ മക്കളാണ് തങ്ങളുടെ പിതാക്കന്മാർ, തൻ്റെ ഫാദർ ചെയ്ത അതേ ജോലി തന്നെ പിന്തുടരുന്ന എത്രയോ മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്.
തൻ്റെ ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലിയിൽ തന്നെ ഭർത്താവിനോട് സഹകരിച്ച് ആ ജോലിയിൽ വ്യാപൃതയായിരിക്കുന്ന ഭാര്യയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ അതേ ജോലിയിൽ തന്നെ തുടരുന്ന മക്കൾ, അവർക്ക് രണ്ട് ആപ്റ്റിറ്റ്യൂഡ്സ് അല്ല, ഒരേ താല്പര്യമാണ് അത് പ്രകടിപ്പിക്കുന്നത്. പിതാവിൻ്റെ താല്പര്യം, പിതാവിൻ്റെ ആ ഒരു രീതി തന്നെ പുത്രനും പിന്തുടരുകയാണ്. അതൊരു ബന്ധത്തിൻ്റെ സവിശേഷതയാണ്. ഈശോ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. യോഹന്നാൻ 5:21. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. യോഹന്നാൻ 5:21. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവിൻ്റെ ബിസിനസ്സും പുത്രൻ്റെ ബിസിനസ്സും ഒന്ന് തന്നെയാണ്. എന്താണത്? ജീവൻ നൽകുക എന്ന് പറയുന്ന ഒരു ബിസിനസ്. പിതാവിൻ്റെ കൺസേൺ ജീവൻ നൽകുക എന്നതാണ്. എന്നതുപോലെ തന്നെ പുത്രൻ്റെ കരുതലും ജീവൻ നൽകുക എന്നതാണ്. പിതാവിൻ്റെ ലക്ഷ്യം മരിച്ചവരെ ഉയർപ്പിക്കുക, പിതാവിൻ്റെ ജോലിയായിരിക്കുന്നത് പോലെ പുത്രൻ്റെ ബിസിനസ്സും മരിച്ചവരെ ഉയർപ്പിക്കുക എന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പിതാവ് എങ്ങനെയാണോ ഒരാളെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്, അതുപോലെ പുത്രൻ്റെ വചനം സ്വീകരിക്കുന്ന ഓരോരുത്തരും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം കൊടുത്തിരിക്കുന്നു. പിതാവിനുള്ള ആ ശക്തി, ജീവൻ കൊടുക്കുക എന്ന് ജോലി ചെയ്യുന്നതിനുള്ള പിതാവിനുള്ള ആ ശക്തി, സൃഷ്ടാവിൻ്റെ ശക്തി, അത് പുത്രനും നൽകപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തുടർന്ന് പറയുകയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത്, പിതാവിൻ്റെ അതേ ജോലിയിൽ തന്നെ പുത്രനും വ്യാപൃതനായിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ദർശിക്കുന്നത്. പിതാവ് പുത്രനെ അയച്ചത് തൻ്റെ ജോലികൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. തൻ്റെ സ്നേഹം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, കുരിശിൽ മരിച്ചത് ഈശോയാണ്.
പക്ഷേ ഈശോയുടെ കുരിശ് മരണത്തിലൂടെ വെളിപ്പെട്ടത് പിതാവിൻ്റെ സ്നേഹമാണ്. ഈശോയുടെ കുരിശ് മരണത്തിലൂടെ ഈശോയ്ക്ക് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം വെളിപ്പെട്ടതുപോലെ ഈശോയുടെ കുരിശ് മരണത്തിലൂടെ പിതാവിന് ലോകത്തോടുള്ള സ്നേഹം വെളിപ്പെട്ടു. പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുക എന്ന ദൗത്യം, പിതാവ് സ്നേഹമായിരിക്കുന്നത് പോലെ പുത്രനും സ്നേഹമായിരിക്കുക, അവർ രണ്ടുപേരും രക്ഷാകര ദൗത്യമെന്ന ഒരേ ബിസിനസ്സിൽ പങ്കുചേരുന്നവർ. ഒരേ കാര്യം, പിതാവ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പദ്ധതിയിടുന്നു, പുത്രൻ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവതരിക്കുന്നു, പുത്രൻ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:8, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. ശ്രദ്ധിച്ചു വായിക്കണം. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. മരിച്ചത് ഈശോയാണ്. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. ഈശോയുടെ മരണത്തിലൂടെ പ്രകടമായത് പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഈശോയ്ക്കും പിതാവിനും, അല്ലെങ്കിൽ ഈശോയും പിതാവും ഒരേ കാര്യത്തിൽ വ്യാപൃതരാണ്. അത് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ കാര്യത്തിൽ, മനുഷ്യൻ്റെ രക്ഷയുടെ കാര്യത്തിൽ, മനുഷ്യൻ്റെ അനുതാപത്തിൻ്റെ കാര്യത്തിൽ, മനുഷ്യൻ കർത്താവിലേക്ക് തിരിയുന്ന കാര്യത്തിൽ, ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ പുത്രനും പിതാവും ഈ ഒറ്റ കാര്യത്തിൽ, ഒരേ കാര്യത്തിൽ വ്യാപൃതരാണ്. ഈ നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ അവർ രണ്ടുപേരും ഒരേപോലെ വ്യാപൃതരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ മത്തായിയെ വിളിക്കുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടൊപ്പം ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരീസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നതെന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടാതെ എല്ലാവരും മനസ്സ് തിരിയണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. എസെക്കിയേൽ 18:23. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം? പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം? ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് വഴിതെറ്റിപ്പോയ ആടുകളെ അന്വേഷിച്ച് കണ്ടെത്താനാണ്. പിതാവിൻ്റെ ദൗത്യവും പുത്രൻ്റെ ദൗത്യവും സമാനമായ ദിശയിലൂടെ സഞ്ചരിക്കുന്ന സുന്ദരമായ
കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ പുത്രൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. പിതാവിൻ്റെ അതേ ജോലികളിൽ പുത്രൻ പങ്കുകാരനായി. പിതാവായ ദൈവമേ, അങ്ങയുടെ ജോലികളിൽ അങ്ങേ പുത്രൻ പങ്കുകാരനായതുപോലെ അങ്ങയുടെ ജോലികളിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനെ പിതാവ് ഏൽപ്പിച്ച ജോലികൾ ഇന്ന് പുത്രൻ നമ്മെ ഏൽപ്പിക്കുകയാണ്. അച്ഛൻ ആവർത്തിക്കട്ടെ, പുത്രനെ പിതാവ് ഏൽപ്പിച്ച ജോലികൾ ഇന്ന് പുത്രൻ നമ്മെ ഏൽപ്പിക്കുകയാണ്. തന്നെ പിതാവ് ഏൽപ്പിച്ച ജോലികൾ എന്തൊക്കെയാണെന്ന് ഈശോ മനോഹരമായി അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പിതാവ് തന്നെ ഏൽപ്പിച്ച 5 ദൗത്യങ്ങളെക്കുറിച്ച് ഈശോ പറയുകയാണ്. അതിലൊന്ന് ദരിദ്രരെ സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യം. ആരാണ് പ്രിയപ്പെട്ടവരെ ദരിദ്രർ? പണമില്ലാത്ത സാഹചര്യം മാത്രമല്ല ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞത്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹരാഹിത്യമാണ് എന്നതാണ്. എല്ലാമുള്ളൊരു വീട്ടിൽ സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ അവർ പരമ ദാരിദ്ര്യത്തിലാണ്. കരുതാൻ ആളില്ലാത്ത ഒരവസ്ഥ, ഒന്ന് മിണ്ടാൻ, ചോദിക്കാൻ, പറയാൻ ആരുമില്ലാത്തൊരു സാഹചര്യം ദാരിദ്ര്യത്തിൻ്റെ സാഹചര്യമാണ്. സ്നേഹശൂന്യതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം. അതോടൊപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമില്ലാത്ത അവസ്ഥയാണ്, ദൈവത്തെ അറിയാത്ത അവസ്ഥയാണ്, ദൈവസ്നേഹം അനുഭവിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് എല്ലാമുണ്ട്, പക്ഷേ അവന് ദൈവ സാന്നിധ്യമില്ല. അവൻ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ്. ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹശൂന്യതയാണ് എന്ന് ഭൗമികമായ ഒരർത്ഥത്തിൽ പറയുമ്പോൾ, സ്വർഗീയമായ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ പറയേണ്ടി വരും, ഏറ്റവും വലിയ ദാരിദ്ര്യം ദൈവത്തെക്കുറിച്ച്, ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അറിവില്ലാത്ത, ഈശോയെക്കുറിച്ച്, ഈശോ കൊണ്ടുവന്ന രക്ഷയെക്കുറിച്ച് അവബോധമില്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. അപ്പോൾ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കണം. ഈശോയെക്കുറിച്ച് അറിയാത്തവരോട് ഈശോയെക്കുറിച്ച് പറയണം. ഈശോ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവിടുന്ന് എന്നെ അറിയിച്ചിരിക്കുന്നു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. രണ്ടാമതായി ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്, ബന്ധിതർക്ക് മോചനം നൽകാൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ പലതരത്തിലുള്ള ബന്ധനത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അജ്ഞത എന്ന് പറയുന്നത് ഒരു ബന്ധനമാണ്. ഹൃദയത്തിലുള്ള വിദ്വേഷം എന്ന് പറയുന്നത് ഒരു ബന്ധനമാണ്. അന്ധവിശ്വാസങ്ങൾ ഒരു ബന്ധനമാണ്. മദ്യാസക്തി ഒരു ബന്ധനമാണ്. അപ്പോൾ ബന്ധനത്തിൽ കഴിയുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. ബന്ധനത്തിൽ കഴിയുന്നവർക്ക് ഒരു മോചനം ആവശ്യമാണ്. ഏറ്റവും വലിയ ബന്ധനമെന്ന് പറയുന്നത് പാപത്തിൻ്റെ ബന്ധനമാണ്. തെറ്റായ ചില ബന്ധങ്ങളുടെ ബന്ധനത്തിൽ കഴിയുന്നവർക്ക് ഒരു മോചനത്തിൻ്റെ സുവിശേഷം ആവശ്യമാണ്. ചില തഴക്കദോഷങ്ങളുടെ ബന്ധനങ്ങളിൽ കഴിയുന്നവരുണ്ട്.
തെറ്റിദ്ധാരണകളുടെ ബന്ധനത്തിൽ കഴിയുന്നവരുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെ ബന്ധനത്തിൽ കഴിയുന്നവരുണ്ട്. ആകുലതകളുടെ ബന്ധനത്തിൽ കഴിയുന്നവരുണ്ട്. ഈ ബന്ധനത്തിൽ കഴിയുന്നവർക്ക് ഒരു മോചനം ആവശ്യമാണ്. ഈശോ മൂന്നാമതായി പറയുകയാണ്, അന്ധർക്ക് കാഴ്ച നൽകാൻ. എന്താണ് പ്രിയപ്പെട്ടവരെ അന്ധത? ശാരീരികമായ അന്ധതയുണ്ട്, ആത്മീയമായ അന്ധതയുണ്ട്. ദൈവത്തെ കാണാൻ കണ്ണുകൾ തുറക്കപ്പെടാത്തവരുണ്ട്. സഹജീവികളിലുള്ള ദൈവസാന്നിധ്യവും സഹജീവികളിലുള്ള നന്മയും കാണാൻ കണ്ണു തുറക്കപ്പെടാത്തവരുണ്ട്. അപ്പോൾ അന്ധർക്ക് കാഴ്ച നൽകുന്നവനായി ക്രിസ്തു മാറുന്നു. ഈശോയുടെ ഒരു ദൗത്യമാണ്, നീ നിൻ്റെ മുൻപിലുള്ള ഇരുട്ട് മാറ്റി നിനക്ക് വെളിച്ചം പ്രദാനം ചെയ്യുന്ന സാന്നിധ്യമായി ഈശോ മാറും. ഈശോയുടെ ദൗത്യമാണ് അന്ധർക്ക് കാഴ്ച നൽകുക എന്ന് പറയുന്ന ദൗത്യം. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. പലതരത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുണ്ട്. നെഗറ്റീവായിട്ടുള്ള സെൽഫ് ഇംപ്രഷനിലൂടെ സ്വയം അടിച്ചിരുത്തിയിരിക്കുന്നവരുണ്ട്. ചില കോംപ്ലക്സുകൾ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ, ചിലപ്പോൾ സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകൾ, സ്വന്തം അസ്തിത്വം എന്താണെന്ന്, താൻ ആരാണെന്ന്, ദൈവമാരാണെന്ന്, തൻ്റെ ജനനത്തിൻ്റെ ജീവൻ്റെ ഉറവിടം എന്താണെന്നൊക്കെയുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരടിച്ചമർത്തപ്പെട്ട അവസ്ഥ. സോഷ്യലി സപ്രസ്ഡ്, പൊളിറ്റിക്കലി സപ്രസ്ഡ്, സ്പിരിച്വലി സപ്രസ്ഡ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിന്നെ ആര് മോചിപ്പിക്കും? ആന്തരികമായി അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്കാര് മോചനം തരും? അത് ക്രിസ്തുവിൻ്റെ ദൗത്യമാണ്. ഒടുവിൽ കർത്താവിന് സ്വീകാര്യമായ വത്സരം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജനസമൂഹമുണ്ടാകാൻ, ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഈശോ തൻ്റെ 5 ദൗത്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഈ 5 ദൗത്യങ്ങൾ പ്രിയപ്പെട്ടവരെ വളരെ വിശാലമായി വ്യാഖ്യാനിക്കേണ്ട 5 ദൗത്യങ്ങളാണ്. ഈ 5 ദൗത്യങ്ങൾ പിതാവിൻ്റെ ദൗത്യമാണ്. ഈശോ ഏറ്റെടുത്ത ദൗത്യമാണ്. ഈശോ ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന ദൗത്യമാണ്. ഈ ദൗത്യം നമ്മൾ ചെയ്യുമ്പോൾ ഈശോയും നാമുമായി ഒരു ബന്ധം സ്ഥാപിക്കപ്പെടും. ഈശോയിൽ നിന്ന് നാം എടുക്കുകയാണ്, ടേക്ക് ഓവർ ചെയ്യുകയാണ്. ഈശോയുടെ ദൗത്യം ഞാനിന്ന് ഈ ഭൂമിയിൽ തുടരുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സവിശേഷതകളാണ്. ആ സവിശേഷതകളെ നാം ഓരോരുത്തരും ഈശോയുമായുള്ള ബന്ധത്തിൻ്റെ സവിശേഷതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നിൻ്റെ ദൗത്യത്തിൽ എന്നെ പങ്കാളിയാക്കണമേ. നിൻ്റെ പ്രവൃത്തികളിൽ എന്നെ പങ്കാളിയാക്കണമേ. നീ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആത്മീയവും ബൗദ്ധികവും ശാരീരികവുമായ ശക്തി നൽകണമേ. നമുക്ക് കണ്ണുകളടച്ച് നമ്മൾ ശ്രവിച്ച ഈ വചനങ്ങൾ നമ്മുടെ ആത്മാവിൽ ആഴത്തിൽ പതിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.